നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവള് പറഞ്ഞതിന് തക്ക മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവൾ ഇമോഷണലായി പറഞ്ഞ് അങ്ങ് ഷൈൻ ചെയ്യുമല്ലായിരുന്നോ? അവൾക്കെതിരെ നിരത്താൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. തെളിവുകളില്ലാത്തപ്പോ അവളുടെ നേരെ കുറ്റം ആരോപിക്കരുതായിരുന്നു. നിങ്ങൾ ഇപ്പോഴും അവളെ ന്യായീകരിക്കാൻ ഒരുങ്ങാണോ? ന്യായീകരിക്കാൻ ഒരുങ്ങല്ലായിരുന്നു മീനാക്ഷി. അവള് രാത്രിയിൽ പോയ കാര്യം ഇവിടെ പറയണ്ടായിരുന്നു. അതാ എല്ലാവർക്കും ദേഷ്യം കൂടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ സംശയം. അവളെ മാത്രം സംശയം. കാരണം അവളുടെ ലക്ഷ്യം വേറെയാ. ഒരു പോലീസ് ഓഫീസറായ കാർത്തിയേട്ടന് അത് മനസ്സിലാവാത്തതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാനാണ് അവളുടെ ടാർഗറ്റ്. എന്നെ അവൾക്ക് കൊല്ലണം. മീനാക്ഷി, നീ എന്താ ഈ പറയുന്നത്? നിന്നെ തൊടാനോ നിന്റെ നേരെ വരാനോ ഉള്ള ധൈര്യം അവർക്കില്ല. കുഞ്ഞിന് പാല് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അവളോടൊരൽപ്പം മയത്തിൽ സംസാരിക്കുന്നത്. മാത്രമല്ല, ആ ഡിവോഴ്സ് കൂടി കഴിയണം. ഡിവോഴ്സിന്റെ കാര്യത്തിലൊന്നും കാർത്തിയേട്ടൻ പേടിക്കണ്ട. അവൾ ഉടക്കിയാലേ അവള് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ കാര്യം മാത്രം കോടതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി. ആ നിമിഷം ജഡ്ജി ഡിവോഴ്സിന് ഉത്തരവിടും. എന്തായാലും കുഞ്ഞിന്റെ പാല് കുടിക്ക് ഡോക്ടർ പറഞ്ഞ സമയം കഴിഞ്ഞ ആ നിമിഷം അവളെ പുറത്താക്കിയിരിക്കണം. അതെന്തായാലും അങ്ങനെ തന്നെ. എന്റെ മീനാക്ഷി സമാധാനായിട്ടിരിക്കുക. അവള് ചെമ്പകമംഗലത്ത് നിൽക്കുമ്പോ ഇവിടെ ഉള്ള എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും. അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ അവളുടേത്. നമ്മുടെ ഈ ജീവിതം കണ്ടിട്ട് അവൾക്ക് സഹിക്കുന്നില്ല. അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാ. അവളത് അനുഭവിക്കണം. എന്റെ മീനാക്ഷിയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവള് തിരിച്ചറിയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.